അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. 2025 ജൂൺ മാസം 15 വൈകിട്ട് 6:44 സൂര്യൻ മിഥുനൻ രാശിയിൽ സംക്രമിക്കും. ബുധൻ ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശികളിലും, ശുക്രൻ മേടം, ഇടവം രാശികളിലും, രാഹു കുംഭം രാശിയിലും, ചൊവ്വ കർക്കിടകം, ചിങ്ങം എന്നീ രാശികളിലും കൂടെ സഞ്ചരിക്കുന്നു. ജൂൺ 15 മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കുന്നതായിരിക്കും. ഇവർക്ക് മഹാലക്ഷ്മി യോഗം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും എല്ലാം തന്നെ മാറി വളരെയേറെ സാമ്പത്തിക ഉയർച്ചയോടും ഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. ഈ മഹാലക്ഷ്മി യോഗം ലഭിക്കാൻ പോകുന്ന ആദ്യ നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയുമായിരുന്നു ഇവർ ഇതുവരെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ഇവർക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം തന്നെ മാറി വരുന്നതായിരിക്കും. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വളരെയധികം മുന്നേറ്റം തന്നെയായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. ഉദ്യോഗക്കയറ്റം ലഭിക്കും, ശമ്പള വർധനവുണ്ടാവും. അവർ ജീവിതത്തിൽ ആഗ്രഹിച്ച അതേ അവസ്ഥയിലേക്ക് തന്നെ അവർ എത്തിച്ചേരുന്നതായിരിക്കും. ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കഠിനാധ്വാനവും വളരെയധികം അർപ്പണബോധത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഉന്നമനങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷകൾ അയച്ചു കാത്തിരിക്കുന്നവർക്കും ഈ കാലയളവിൽ അവർ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുകയും ചെയ്യും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ജൂൺ 15 കഴിഞ്ഞ് വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ്സുകൾ എല്ലാം തന്നെ വിപുലീകരിക്കും. പുതിയ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യും. കടബാധ്യതകളെല്ലാം തന്നെ തിരികെ വീട്ടിത്തീരുവാൻ സാധിക്കും. പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച വരുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് പൂക്കടകൾ, അതുപോലെ തന്നെ പൂക്കളുടെ തോട്ടങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അത് നടത്തുന്നവർക്കൊക്കെ വളരെയധികം ഉയർച്ച തന്നെ ഈ കാലയളവിൽ ഉണ്ടായിത്തീരും. പൊതുമേഖലയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉന്നതി തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് സമൂഹത്തിൽ വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കും. അവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. എന്തുകൊണ്ടും മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ജൂൺ 15 കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ച തന്നെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കാണ് ഈ മഹാലക്ഷ്മി രാജയോഗം വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ ദൈവാധീനം വളരെയധികം ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിലും പൂർണ്ണത കിട്ടിയിട്ടില്ലായിരുന്നു. എന്തു തുടങ്ങിയാലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇവരെന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും അവർ വളരെയധികം ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അതായത് തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു പവർ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതായിരിക്കും. ദൈവാധീനമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് തോന്നിയിരിക്കും. അപ്പം അങ്ങനെ തന്നെയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കും. ഇവർക്ക് ഇതുവരെ ജീവിച്ചു പോയിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ നല്ല മാറ്റം തന്നെയായിരിക്കും ലഭിക്കുക. അതായത് ഒരു കോടീശ്വരനൊന്നുമല്ല ആകാൻ പോകുന്നത്, അങ്ങനെ ഞാൻ പറയത്തുമില്ല. കാര്യം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ എന്താണോ അതിൽ നിന്നൊരു മോചനം, അത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെയധികം മോചനം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇനി മുതൽ ഉണ്ടാവാൻ പോകുന്നത്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങളായിരിക്കും ഇനി ലഭിക്കാൻ പോവുക. വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ച പ്രമോഷനും
അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PSC ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവർ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ തന്നെ ലഭിക്കും. അവർ വളരെയേറെ മാനസിക വിഷമങ്ങളുടെ ആയിരിക്കും ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ രാശികളുടെ മാറ്റം കൊണ്ട് ജൂൺ 15-ാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വരുന്നതായിരിക്കും. പക്ഷി മൃഗാദികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ചയുടെ ഒരു കാലം തന്നെയാണ് വരുന്നത്. ഉദാഹരണത്തിന് ഈ പക്ഷി ഫാമുകൾ, അതുപോലെ തന്നെ ഇതിനെ സെയിൽ നടത്തുന്ന കടകൾ, പെറ്റ് ഷോപ്സ്, ഇതുപോലൊക്കെ ഉള്ള തന്നെ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക്, ഈ കോഴിഫാം നടത്തുന്നവർക്കൊക്കെ നല്ല സമയമാണ് ഇനി വരുന്നത്. ഇവർക്കൊക്കെ നല്ലൊരു സമയം തന്നെ വന്നു ചേരുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഗൃഹനിർമ്മാണം തുടങ്ങുകയും അതുപോലെ തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. ഇവർക്ക് ദാമ്പത്തിക സൗഖ്യം വളരെ അധികം തന്നെ ഉണ്ടായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന കലഹങ്ങളും മറ്റും മാറി വളരെയധികം സന്തോഷത്തോടു കൂടി ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടും വളരെയധികം നല്ല ഭാഗ്യങ്ങളും യോഗങ്ങളുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ മഹാലക്ഷ്മി രാജയോഗം ലഭിക്കുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ആയിരുന്നു ഇവർ ഇതുവരെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ലക്ഷങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഈ വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു 10 രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവെ പറയാനുള്ളത്. വർഷങ്ങളായി ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ പണയം വയ്ക്കുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ജൂൺ 15-ാം തീയതിക്ക് ശേഷം വളരെ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത്. അത് ഈ മഹാലക്ഷ്മി യോഗം കൊണ്ട് മാത്രമായിരിക്കും ഇവർക്ക് ഈ അവസ്ഥ വന്നു ചേരുന്നത്. എന്ന് വെച്ചിട്ട് ജൂൺ 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി രാവിലെ തൊട്ട് ഇവർക്ക് ഈ അവസ്ഥയൊന്നും വന്നു ചേരില്ല. എല്ലാ യോഗങ്ങളും വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7-14 ദിവസങ്ങൾക്ക് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് ആരോഗ്യപരമായിട്ട് വളരെ നല്ല കാലം തന്നെയാണ് ഇനി വന്നു ചേരുന്നത്. വർഷങ്ങളായിട്ട് പലവിധ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജൂൺ 15-ാം തീയതിക്ക് ശേഷം ഈ അസുഖങ്ങളെല്ലാം തന്നെ പതിയെ മാറുകയും പരിപൂർണ ആരോഗ്യവാനായി തീരുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത്. സന്താനങ്ങൾ മൂലം നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയൊക്കെ വന്നു ചേരും. ഏറ്റവും പ്രധാനം ഈ നക്ഷത്രക്കാർക്ക് ഒരു സ്ഥിര ജോലി ലഭിക്കുമെന്നുള്ളതാണ്. അതായത് വർഷങ്ങളായിട്ട് പലവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ മഹാലക്ഷ്മി യോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥിര ജോലി തന്നെ ലഭിക്കും. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസം ഒരു ജോലി ചെയ്താൽ 3-ാം ദിവസം പുതിയ ജോലി കയറും. അത് ചിലപ്പോൾ 5-6 ദിവസം ജോലിയും പിന്നെയും മാറും. ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മോചനം, ഒരു സ്ഥിര ജോലി ലഭിക്കും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജൂൺ 15-ന് ശേഷം. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു സ്ഥാനമാനങ്ങളും ഒന്നും തന്നെ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ജൂൺ 15-ന് ശേഷം ഇവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ വളരെയധികം നല്ല ഒരു സമയം തന്നെ ആയിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. നല്ല മാറ്റം തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകും. സിനിമ, സീരിയൽ, നാടകം, ഡാൻസ്, പാട്ട് ഇതുപോലൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് നടക്കാതിരുന്ന ഒരു മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് അവർക്കത് ലഭിച്ചിരിക്കും. ഇവർക്ക് വീട്ടിലും നാട്ടിലും വളരെയധികം പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടും വളരെയധികം നല്ല കാലം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. മഹാലക്ഷ്മിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധിയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആദ്യം ഗണപതിയെ നമ ഒരു 12 വട്ടം ഉരുവെടുക്കുക. അതുപോലെ തന്നെ
ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഓം നമോ വാസുദേവായ. ഇതൊക്കെ നമുക്ക് ഒരു 12 വട്ടം ചൊല്ലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജ്യോത്സ്യനെ കാണിച്ച് നിങ്ങളുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് പരിശോധിക്കുക. കാരണം ഇതൊരു പൊതുഫലം മാത്രമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ, അതായത് ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.